എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലോകത്തിലെ എല്ലാ പുരുഷന്മാരും അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമായാണ് ഈ അധ്യായത്തിൽ വന്നിരിക്കുന്നത്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇത് തുറന്നാരോടും ചോദിക്കാറില്ല. എന്താണത്? മറ്റൊന്നുമല്ല, സ്ത്രീകളുടെ ഉള്ള് എങ്ങനെ മനസ്സിലാക്കാം, അതായത് സ്ത്രീയുടെ മനസ്സിനുള്ളിൽ തങ്ങളുടെ സ്ഥാനം എന്താണ്, തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണോ ഇത് എന്ന്. അവർ കാണിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹമാണോ അതോ കാപട്യമോ? അതുപോലെ എപ്പോഴും അവർ കൂടെയുണ്ടാകുമോ? എന്തെങ്കിലും ലക്ഷ്യം വെച്ചാണോ ഇങ്ങനെ പെരുമാറുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ ഉണ്ടാകുമോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ ഒന്നും പറയാതെ തന്നെ അവർ അവരുടെ ഉള്ളു തുറന്ന് കാണിക്കും. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഇത് ആരെയും താഴ്ത്തിക്കെട്ടാനല്ല, മറിച്ച് ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയാണ്. പഴയ സിദ്ധാന്തങ്ങളാണ്, പക്ഷേ ഇന്നും അത്രയും ഉപകരിക്കുന്നതാണ്. ഇന്നത്തെ കാലത്തെ മോഡേൺ റിലേഷൻഷിപ്പിലും ഇക്കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇത് ഇന്ന് അത്യാവശ്യവുമാണ്. നിങ്ങൾ ബന്ധം തുടങ്ങാൻ പോകുന്ന ആളിലും ഇപ്പോൾ ബന്ധത്തിലുള്ളവരിലും ഇത് പരീക്ഷിക്കാവുന്നതാണ്. അവർ നിങ്ങളോട് ആത്മാർത്ഥതയോടെയാണോ അതോ പുറമേ കാണിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാം. സ്ത്രീകളെ മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എടുത്തു പറയണ്ടല്ലോ. പുറമേ കാണുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. സംസാരത്തിൽ മാധുര്യം, ചിരിയിൽ ആത്മാർത്ഥത, കണ്ണുകളിൽ തിളക്കം എന്നിവയെല്ലാം കാണാം. എന്നാൽ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോശാവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ബന്ധങ്ങളുടെ ആഴം ആദ്യം മനസ്സിലാക്കുക എന്ന്. അതും ഒന്നും ചോദിക്കാതെയും വഴക്ക് കൂടാതെയും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെയെന്ന്. തീർച്ചയായും ഇത് സംഭവ്യമാണ്. അതും അവർക്ക് അല്പം പോലും സംശയം തോന്നാത്ത വിധത്തിൽ തന്നെ. ശ്രീ ചാണക്യാചാര്യൻ പറയുന്നത് ഒരു ബുദ്ധിമാനായ വ്യക്തി കണ്ണുകൾ കൊണ്ടല്ല കാണേണ്ടത്, ബുദ്ധി ഉപയോഗിച്ചാണ് കാണേണ്ടതെന്ന്. ആരുടെയെങ്കിലും സ്വഭാവം കൃത്യമായും അറിയണമെങ്കിൽ അവരുടെ സംസാരത്തിനേക്കാളും അവരുടെ പ്രവൃത്തിയെ ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവർ അറിയാതെ അവരുടെ ഉള്ളു തുറക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ പരീക്ഷിച്ചു നോക്കിയാൽ മതി. കണ്ണാടിയിൽ എന്ന പോലെ അവർ അവരുടെ ഉള്ളു തുറന്ന് കാണിക്കും. എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ, എപ്പോഴാണ് ചെയ്യേണ്ടത്, അതിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി പറയാം. ഒന്നാമത്തേത്, അവരിൽ നിന്നും ഒരു സഹായം തേടുക. അതും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ തന്നെ. അതെങ്ങനെയെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അവസ്ഥ വരുത്തി വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും ഒരു സഹായം ചോദിക്കുക. ഉദാഹരണം, ചെറിയ ഒരു അസുഖം പിടിപെട്ടു, അല്ലെങ്കിൽ മാനസികമായ ഒരു സംഘർഷം ഉണ്ടാകുന്നു എന്ന് അഭിനയിക്കുക. അതിനുശേഷം അവരെ ശ്രദ്ധിക്കുക. എന്താണ് അവരുടെ റിയാക്ഷൻ എന്ന്. ആത്മാർത്ഥതയോടെ നിങ്ങളോട് കാരണം അന്വേഷിക്കുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ എങ്ങനെയുണ്ട്, മരുന്ന് കഴിച്ചുവോ, ആഹാരം കഴിച്ചുവോ, ഇതെല്ലാം തിരക്കുന്നുണ്ടോ? എങ്കിൽ അവരുടെ മനസ്സ് ശുദ്ധമാണ് എന്ന്. എന്നാൽ അതിനു പകരം ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ, കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ അവരുടെ കാര്യത്തിലേക്ക് കടന്നാൽ മനസ്സിലാക്കുക അവരിൽ ഭാവന കുറവ്, സ്വാർത്ഥത കൂടുതൽ എന്ന്. ഇത് വളരെ ചെറിയ കാര്യമാണ്. അടുത്തത് നോക്കാം. അവരുടെ രഹസ്യങ്ങൾ അറിയുവാൻ ശ്രമിക്കുക. എന്നാൽ ഒന്നും ചോദിക്കരുത്. അതായത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. എല്ലാവരും അവരവരെ വലിയ ബുദ്ധിമാന്മാരായി കണക്കാക്കുന്നു, അല്ലേ? എന്നാൽ കൂടെയുള്ള വ്യക്തി അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നറിഞ്ഞാൽ അവർ അവരെപ്പറ്റി ചിലത് പറയാൻ ശ്രമിക്കും. അവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ
സ്വന്തം വിചാരങ്ങൾ, തൻ്റെ പഴയ പ്രേമം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ. ഇതിൽ അവർ മറ്റുള്ളവരുടെ രഹസ്യങ്ങളെയും കുറ്റങ്ങളെയുമാണ് പറയാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുവെന്ന് കണ്ടാൽ മനസ്സിലാക്കുക, അവർ ഒരിക്കൽ നിങ്ങളുടെ കാര്യവും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തേത്, അവരുടെ മുന്നിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ മറ്റൊരു സ്ത്രീയെ അവരുടെ മുന്നിൽ പുകഴ്ത്തി പറയുക. അതായത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പറ്റിയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടികളെ പറ്റിയോ പുകഴ്ത്തി പറയുക. ആ സമയം അവർക്ക് ദേഷ്യഭാവമോ അവർ കൂടുതൽ പൊസസീവ്നെസ് ഉള്ള കൂട്ടത്തിലാണെന്ന് മനസ്സിലാക്കാം. ആ സമയം അവർക്കതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല എങ്കിലോ അവർ അത് സമ്മതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ ഓപ്പൺ മൈൻഡഡ് ആളാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് പൈസയെ സംബന്ധിച്ചുള്ള പരീക്ഷണം. ഒരു തവണ അവരോട് പറഞ്ഞു നോക്കൂ, ഈ മാസം പൈസയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് അധികം ചിലവ് വന്നു, കുറച്ച് എന്നെ സഹായിക്കാമോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കുക. അവർ അത് മനസ്സിലാക്കി എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ അതിനായുള്ള വഴി നിർദ്ദേശിക്കുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അവർ വളരെ സീരിയസ് ആണെന്നും അതിന് പകരം അവൾ പറയുകയാണ്, ഇങ്ങനെയായാൽ എന്താകും, എൻ്റെ കാര്യം എന്താകും, എവിടെയെങ്കിലും നോക്കൂ, എന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പ്രത്യേകം ഇനി പറയണോ അവർ സ്വാർത്ഥയാണെന്ന്? അടുത്തത്, അവരെയും കൊണ്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ പോവുക. അവിടെ അവർ വെയിറ്ററിനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പാവപ്പെട്ട ആളുകളോടും കുട്ടികളോടും എങ്ങനെയെന്ന് പെരുമാറുന്നതെന്നും നോക്കുക. നല്ല വിനയത്തോടെയും നിഷ്കളങ്ക ഭാവത്തോടെയുമാണ് പെരുമാറുന്നുവെങ്കിൽ അവർ ശുദ്ധ മനസ്സുള്ളവരും സംസ്കാരമുള്ളവരുമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ അവർ പുച്ഛഭാവത്തോടെയും അഹംഭാവത്തോടെയുമാണ് പെരുമാറുന്നതെങ്കിൽ മനസ്സിലാക്കുക, അവസരത്തിനൊത്ത് മാറുന്നവർ ആയിരിക്കുമെന്ന്. ഇനി അടുത്തത്, സത്യസന്ധതയെ പരീക്ഷിക്കുക. ഇത് എങ്ങനെയെന്നാൽ, നിങ്ങൾ അറിയാത്ത ഭാവത്തിൽ പേഴ്സോ അല്ലെങ്കിൽ പൈസയോ അവരുടെ മുന്നിൽ മറന്നു വയ്ക്കുക. അവർ നിങ്ങളെ അറിയിക്കുന്നുണ്ടോ അതോ അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ മാത്രമേ യഥാർത്ഥ മുഖം തിരിച്ചറിയാനാവൂ. അടുത്തത്, നിങ്ങളുടെ ദുർബലതയെപ്പറ്റി പറയുക. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ പോയ കാലം ശരിയല്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്ന് പറയുക. അവർ, സാരമില്ല, തെറ്റുകൾ ആർക്കാണ് സംഭവിക്കാത്തത്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതോ മുഖത്ത് ഭാവവ്യത്യാസം വരുന്നോ, പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്നോ എന്ന് നോക്കുക. ഏതൊരു സ്ത്രീയാണ് പഴയ കാര്യങ്ങളിൽ ജഡ്ജ്മെന്റൽ ആകുന്നത് അവരുടേത് ശുദ്ധ ഹൃദയം ആയിരിക്കില്ല. അടുത്തത്, അവരുടെ കണ്ണുകളിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിലോ ആൾക്കൂട്ടമുള്ള ഇടത്തോ പോകുമ്പോൾ അവരുടെ കണ്ണുകൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നോക്കുക. നല്ല സ്മാർട്ടായ ആണുങ്ങളെ നോക്കുകയാണോ? അതുപോലെ ഇതുകൂടി ശ്രദ്ധിക്കുക, അവരുടെയെല്ലാം മുന്നിൽ നിങ്ങളെ പരിഗണിക്കാതെ മറ്റുള്ളവരോട് നല്ലവണ്ണം പെരുമാറുന്നുണ്ടോ എന്നുകൂടി നോക്കുക. കണ്ണുകൾ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും. അടുത്തത്, ഇടയ്ക്ക് അവർ നിങ്ങളുടെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് തോന്നും വിധം പ്രവർത്തിക്കുകയും ഇക്കാര്യം പറയുകയും ചെയ്യുക. അവർ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമാണെന്ന് കരുതാം. 10ാമത്തേത്, ആത്മാർത്ഥതയെ പരീക്ഷിക്കുക. ഇടയ്ക്ക് 2-3 ദിവസം അല്പം ദൂരം സ്ഥാപിക്കുക. അതായത് വിളിക്കാതിരിക്കുക, നേരിൽ കാണാതിരിക്കുക. അവർ നിങ്ങളെ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുവോ അല്ലെങ്കിൽ പരാതിപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ അവർ സാധാരണ ഗതിയിൽ തന്നെയാണ്, അവർക്ക് ഒരു വ്യത്യാസവും കാണുന്നില്ല എങ്കിൽ
നിങ്ങൾക്ക് അവരുടെ ആത്മാർത്ഥതയെ മനസ്സിലാക്കാം. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പെൺകുട്ടികളെ പരീക്ഷിക്കുന്നതിന് മാത്രമല്ല, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെയും ഈ പരീക്ഷണങ്ങൾ വഴി മനസ്സിലാക്കിയെടുക്കാം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നുവെങ്കിലും ജീവിത സഖിയായി വരുന്ന പെൺകുട്ടിയുടെ ഉള്ളറിയാൻ ഇതൊക്കെ മതിയാകും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.